മൻ ഖതല മുഅ്മിനൻ, സത്യവിശ്വാസിയെ ഒരുത്തൻ കൊല ചെയ്താൽ, മുതഅമ്മിദൻ, മനഃപൂർവം ഒരു വിശ്വാസിയെ ഒരാൾ കൊല ചെയ്താൽ, ഒരു മനുഷ്യനെ എന്ന് കാണിച്ചു തന്നാൽ ഇന്ന് ഞാൻ ഈ ആദർശം ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഖുർആനിന്റെ പശ്ചാത്തലം, ഖുർആനിന്റെ വാചകം ഞാൻ എവിടെ നിന്നെങ്കിലും മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഖുർആനിന്റെ പശ്ചാത്തലം മൻ ഖതല നഫ്സൻ, ഒരു മനുഷ്യനെ ആരെങ്കിലും വധിച്ചാൽ എന്നാണ് ഖുർആന്റെ പ്രയോഗം. മുഅ്മിനൻ എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു തരും. മുഅ്മിനൻ എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു തരും. ഖുർആനിൽ മുഅ്മിനൻ എന്ന് ഞാൻ കാണിച്ചു തരും. ഖുർആനിൽ മുഅ്മിനൻ എന്നുണ്ട്. കണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തെ വളരെ സമർത്ഥമായി തൻ്റെ ആശയത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ മറുവശത്ത് ചോദിക്കാൻ വന്ന ആൾ ആര് എന്നത് നമുക്ക് വ്യക്തമല്ല. അയാളത് ശരിക്കും പൊളിച്ചടുക്കി. അപ്പോൾ അവിടെ ഇവരോദിയ വചനത്തിലുള്ളത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ എന്നാണ്, ഒരു വ്യക്തിയെ കൊന്നാൽ എന്നാണ്. അവിടെ വിശ്വാസി എന്ന പ്രയോഗമല്ല. വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് വിശ്വാസി ഞാൻ കാണിച്ചുതരാ, അല്ലേ, മുഅ്മിൻ കാണിച്ചുതരാ എന്നാണ് ഇവർ പറയണത്. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, ഉണ്ടാവണമല്ലോ. പക്ഷേ നിങ്ങളുടെ വാദം എന്താണ്? ഖുർആനിൽ പറഞ്ഞ എല്ലാ കൊലകളും അല്ലെങ്കിൽ പ്രതിക്രിയകളും വിശ്വാസികൾക്ക് മാത്രമേ ബാധകമുള്ളൂ എന്നാണ് ഇവർ പറയാൻ ശ്രമിച്ചത്. വിശുദ്ധ ഖുർആനിലെ ഒരു പവൻമാറ്റ്, അതിശക്തമായ വാചകം. ഖുർആനിൽ ഒരു ന്യായമായ ഏതെങ്കിലും ഒരു നല്ല കാര്യം, ഒരു മാനവികത കാണിച്ചു തരുമോ എന്നൊരുത്തും ചോദിക്കുന്നുണ്ടല്ലോ, അതുകൂടി കേട്ടോളി. ഒരു വരി ഈ ഖുർആനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ, ഒരു വരി പറ, കീഴടങ്ങാനല്ലാത്ത ഒരു വരി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. ഇതൊക്കെ ഒറ്റ കമ്പനിയാണ്, ഇതൊരൊറ്റ ടീമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഖുർആനിനെ ഒരിക്കലും പഠിക്കാത്ത, അതിനെ മനസ്സിലാക്കാത്ത ആളുകൾക്കിടയിൽ ഇവർ ഭയങ്കര പുലിയാണ്, ഭയങ്കര സംഭവമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളും വിശുദ്ധ ഖുർആന്റെ വചനങ്ങളൊക്കെ ചേർത്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഖുർആൻ പറഞ്ഞത് മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അല്ലേ, ബനു ഇസ്രായേലികൾക്ക് രേഖപ്പെടുത്തപ്പെട്ട കാര്യം ഈ അവസാന വേദഗ്രന്ഥത്തിന്റെ സമൂഹത്തിനും ബാധകമാക്കിക്കൊണ്ട് പറയാണ്. ഒരാളെ കൊന്നുകളഞ്ഞാൽ ആ കൊന്നുകളഞ്ഞവൻ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. അതിൽ ജാതിയോ മതമോ ഒന്നും വ്യത്യാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വിശ്വാസികളെ കൊല്ലുന്ന കാര്യം അത് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ, വിശ്വാസികൾ ഈ മനുഷ്യർ എന്നുള്ള ഗണത്തിൽ പെടുന്നവരാണല്ലോ. മാത്രമല്ല നമുക്ക് പ്രവാചകന്റെ ഹദീസുകളിൽ കാണാം, അയ്യുമാ റജുലിൻ അമ്മന റജുലൻ അലാ ദമിഹി സുമ്മ ഖതലഹു. ഒരാളെ